കേരള മാപ്പിളകലാ അക്കാദമിയുടെ 19ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന സ്നേഹഗീതം പരിപാടിയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. കേരളക്കരയിൽ മലയാളികൾ ഉള്ളിടത്തും 19 വർഷക്കാലമായി നിറഞ്ഞു നിൽക്കുന്ന മഹാപ്രസ്ഥാനമാണ് കേരള മാപ്പിളകലാ അക്കാദമി. കലുഷിതമായി കൊണ്ടിരിക്കുന്ന സമകാലിക സാഹചര്യത്തിൽ ചിന്നിച്ചിതറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യഹൃദയങ്ങളെ സംഗീതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാശം കൊണ്ട് പരസ്പരം കോർത്തിണക്കുകയാണ് ഈ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ മാപ്പിളകലാ അക്കാദമി ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നും സ്നേഹത്തിൻ്റെ തേന്മഴ പൊഴിയുന്ന ഒരുപാട് ഗാനങ്ങളുമായാണ് കേരള മാപ്പിളകലാ അക്കാദമിയുടെ പ്രവർത്തകന്മാർ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരുന്നത്. ഇന്നത്തെ സാഹചര്യത്തെ ആരും പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടതില്ല. മരങ്ങളുടെ വേരുകൾ പരസ്പരം കോർത്തു പിടിക്കാൻ മത്സരിക്കുമ്പോൾ മരങ്ങളുടെ ശിഖരങ്ങൾ പരസ്പരം കൈകോർക്കാൻ കൊതിക്കുമ്പോൾ ഇതൊക്കെ അനുഭവിക്കേണ്ട മനുഷ്യൻ മാത്രം മതിലുകൾ തീർത്ത് പരസ്പരം അകലുന്നു എന്ന് വേവത് പൂണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹ സൗഹാർദ്ദത്തെ കൂട്ടിയോജിപ്പിച്ച് കൈകൾ കോർത്ത് മനസ്സുകൾ ഒന്നായി ലയിക്കാൻ മാപ്പിളകലാ അക്കാദമി ഇത്തരം ഒരു പരിപാടിയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഈ സാഹചര്യത്തിൽ ആദ്യമായി നിങ്ങളുടെ മുന്നിൽ ഒരു ഗാനവുമായി വരുന്നത് 40 വർഷങ്ങൾക്ക് മുന്നേ കൈരളിയുടെ മനസ്സിലേക്ക് കുടിയേറിയ മാണിക്യ മലരായ ഭീവി എന്ന പാട്ടിനെ ടോൺ ചെയ്ത് പാടി ഹിറ്റാക്കി മലയാളികൾക്ക് സമർപ്പിച്ച പ്രിയങ്കരനായ മാപ്പിളകലാ അക്കാദമിയുടെ സ്ഥാപകനും ഇപ്പോഴും അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമായ തലശ്ശേരി കെ റഫീഖും സംഘവുമാണ്. മാണിക്യ മലരായ പൂവി എന്ന ഗാനത്തെ ലോകത്തിന് ഇന്ന് പറഞ്ഞറിയിക്കേണ്ട പരിചയപ്പെടുത്തേണ്ട ഒന്നല്ല. 3 കോടി ജനങ്ങളുള്ള കേരളത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഈ സംഗീതം, ഈ ഗാനശകലം ഇന്ന് ലോകത്തിലെ 9 കോടി ജനങ്ങളുടെ മനസ്സിൻ്റെ താളമായി മാറിയിട്ടുണ്ട്. മാപ്പിളകലാ അക്കാദമിയുടെ സ്ഥാപകനും എല്ലാമെല്ലാമായ റഫീഖയും കൂട്ടരുമാണ് ആദ്യമായി ഒരു ഗാനം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. സ്നേഹ നിധികളായ മലയാള ജനതയ്ക്ക് കേരള മാപ്പിളകലാ അക്കാദമിയുടെ സ്നേഹ അഭിവാദ്യങ്ങൾ. സൃഷ്ടാവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ കഴിഞ്ഞ 19 വർഷക്കാലമായി കേരളത്തിനകത്തും പുറത്തും മലയാളികൾ ഉള്ളിടത്തെല്ലാം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന കേരള മാപ്പിളകലാ അക്കാദമി മനുഷ്യ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. സംഗീതത്തിലൂടെ, കലയിലൂടെ ആ സമൂഹത്തിന് നന്മ ചെയ്യുക, രാജ്യത്തിന് നന്മ ചെയ്യുക, അതുവഴി നമ്മുടെ നാട്ടിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും തെളിനീരൊഴുക്കുക എന്നതൊക്കെയാണ് കേരള മാപ്പിളകലാ അക്കാദമിയുടെ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം. ആറ്റം ബോംബുകൾക്കും രാസായുധങ്ങൾക്കും സാധിക്കാത്ത പലതും നിർമ്മലമായ പവിത്രമായ സ്നേഹമെന്ന വികാരം കൊണ്ട് ഈ ലോകത്ത് മുഴുവൻ ഒരമ്മ പെറ്റ മക്കളെപ്പോലെ ഒരു കുടക്കീഴിൽ അണിനിരത്താൻ എളുപ്പമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. പകയും അസൂയയും സ്പർദ്ധയുമില്ലാത്ത, പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും മനസ്സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ജാതി മത വർഗ വർണ്ണഭേദമന്യേ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഒത്തൊരുമിച്ച് കഴിയുന്ന ഒരു നല്ല നാളെ പടുത്തുയർത്തുവാനുള്ള ധീരമായ മുന്നേറ്റം നടത്തുന്ന മലയാളികളുടെ അഭിമാന പ്രസ്ഥാനമാണ് പ്രിയപ്പെട്ടവരെ കേരള മാപ്പിളകലാ അക്കാദമി.
മാങ്കോലി ശംഖോലി മണിനാഥമായി ഭാരതനാടിൻ സംഗീതമായി. മാങ്കോലി ശംഖോലി മണിനാഥമായി ഭാരതനാടിൻ സംഗീതമായി. പാറിപ്പാറുന്നെത്തും പൂങ്കാറ്റിനും പറയാനിന്നുണ്ടേറെ കൗതുകങ്ങൾ. പാറിപ്പറന്നെത്തും പൂങ്കാറ്റിനും പറയാനിന്നുണ്ടേറെ കൗതുകങ്ങൾ. വൈവിധ്യം പൂക്കുന്ന പൂവാടിയിൽ വേറിടാതുണ്ടേറെ പൂഞ്ചെടികൾ. വൈവിധ്യം പൂക്കുന്ന പൂവാടിയിൽ വേറിടാതുണ്ടേറെ പൂഞ്ചെടികൾ. ഹിന്ദു മുസൽമാനും ക്രൈസ്തവനും ഹിതം പോലെ വാഴുമി ഭാരതത്തിൽ. ഹിന്ദു മുസൽമാനും ക്രൈസ്തവനും ഹിതംപോലെ വാഴുമീ ഭാരതത്തിൽ. മാങ്കോലി ശംഖോലി മണിനാഥമായി ഭാരതനാടിൻ സംഗീതമായി. ആദമിൻ പാദം പതിഞ്ഞ നാട് പരമശിവന്റെ പവിത്ര നാട്. ആദമിൻ പാദം പതിഞ്ഞ നാട് പരമശിവന്റെ പവിത്ര നാട്. ബുദ്ധനും ജൈനനും വന്ന നാട് ഗുരുനാനാക്കിൻ നന്മ വിരിഞ്ഞ നാട്. ബുദ്ധനും ജൈനനും വന്ന നാട് ഗുരുനാനാക്കിൻ നന്മ വിരിഞ്ഞ നാട്. മാങ്കോലി ശംഖോലി മണിനാഥമായി ഭാരതനാടിൻ സംഗീതമായി. താജ്മഹലിന്റെ സൗന്ദര്യത്താൽ കുത്തബ് മീനാറിന്റെ പ്രൗഢിയാലേ താജ്മഹലിന്റെ സൗന്ദര്യത്താൽ കുത്തബ് മീനാറിന്റെ പ്രൗഢിയാലേ ഒന്നായി ഒരുമയിൽ പാടാം നമ്മൾ ഒരേ ഓരിന്ത്യ എന്ന മന്ത്രം. ഒന്നായി ഒരുമയിൽ പാടാം നമ്മൾ ഒരേ ഓരിന്ത്യ എന്ന മന്ത്രം. മാങ്കോലി ശംഖോലി മണിനാഥമായി ഭാരതനാടിൻ സംഗീതമായി. മാങ്കോലി ശംഖോലി മണിനാഥമായി ഭാരതനാടിൻ സംഗീതമായി. മാങ്കോലി ശംഖോലി മണിനാഥമായി ഭാരതനാടിൻ സംഗീതമായി. റോസ്മിയ കേരള മാപ്പിളകലാ അക്കാദമിയുടെ കൊച്ചു കൂട്ടുകാരിയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വരുന്നത്. തേന്മാവിൻ കൊമ്പിലിരുന്ന് പാടുന്ന കിളിയെ എന്ന ഗാനം ദൈവത്തിൻ്റെ ദിക്റ്, സ്മരണ, പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ആ സ്മരണയിലാണെന്നാണ് പറയപ്പെടുന്നത്. ആ സ്മരണക്ക് ജാതിയില്ല, മതത്തിൻ്റെ അതിർവരമ്പുകളില്ല. ഏത് പ്രഭാതത്തെയും വരവേൽക്കുന്ന സംഗീതത്തിൻ്റെ ആ മാസ്മരികതയിലേക്ക് നമ്മെ കൊണ്ടുപോകുകയാണ് പ്രിയപ്പെട്ട റോസ്മിയ.
പോയി പോയ നാളുകളോർക്കുമ്പോഴെന്നെ തേടിപ്പെടുത്തുന്നതാമിൻ്റെ നാളെ. പോയി പോയ നാളുകളോർക്കുമ്പോഴെന്നെ തേടിപ്പെടുത്തുന്നതാമിൻ്റെ നാളെ. പാപങ്ങൾ പോക്കാൻ കഴിവുള്ള നാഥാ, പാവം എനിക്കും താ നിന്റെ സൽപാദ. തേന്മാവിൻ കൊമ്പിലിരുന്ന് പാടും പൂങ്കുയിലേ, താളത്തിൽ നീ പാടും പാട്ടേതാ കിളിയേ. തസ്ബീഹും തഹ്മീദും തഹ്ലീലിലാണോ, തഖ്വയിൽ മുഴുകിക്കൊണ്ടാടുകയാണോ. തേന്മാവിൻ കൊമ്പിലിരുന്ന് പാടും പൂങ്കുയിലേ, താളത്തിൽ നീ പാടും പാട്ടേതാ കിളിയേ. താളത്തിൽ നീ പാടും പാട്ടേതാ കിളിയേ. താളത്തിൽ നീ പാടും പാട്ടേതാ കിളിയേ. വയനാടൻ മലനിരകളിൽ നിന്ന് സ്നേഹത്തിൻ്റെ സംഗീതവുമായി പൊട്ടിയൊഴുകി വരുന്ന ഒരരുവിയുടെ ശബ്ദമാണ് യൂസി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കേരള മാപ്പിളകലാ അക്കാദമിയുടെ സഹയാത്രികൻ ഇവിടെ സമർപ്പിക്കുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സൗന്ദര്യമെന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വമാണ്. ഇക്ബാൽ പറഞ്ഞതുപോലെ ഇതൊരു പൂവാടി. എല്ലാ പൂക്കളും ഉണ്ടാകുമ്പോഴാണ് ഒരു പൂവാടി സൗന്ദര്യപൂർണ്ണമാകുന്നത്. ഏകതയല്ല, സമന്വയമാണ് നമുക്ക് വേണ്ടതെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആർഷഭാരതത്തിൻ്റെ സംസ്കാരങ്ങളിലൂടെ തൊട്ടൊഴുകി വന്ന നമ്മുടെ സംസ്കൃതിയാണ് യൂസിയുടെ പാട്ടിലൂടെ, മാപ്പിളപ്പാട്ടിലൂടെ നമുക്ക് സമർപ്പിക്കുന്നത്. സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പിറന്നു നാം പല ജാതി പല വർണ്ണ കുടുംബത്തിൽ തിരീശത്തിൽ കഴിഞ്ഞു നാം ഒരേ രാജ്യത്തിൽ. ഏറെ മഹത്വങ്ങൾ നിറഞ്ഞുള്ളി ഭാരത നാട്ടിൽ. ഓണവും പെരുന്നാളും ക്രിസ്തുമസും നാം ഒന്നായി കഴിച്ചോരു നല്ല നാളെ കഴിഞ്ഞു പോയി. ഇന്ന് മനസ്സുള്ളിൽ മതിൽ കെട്ടി പിരിഞ്ഞു പോയി. ബാങ്കിന്റെ വിളി കേട്ടും ശംഖിന്റെ ശ്രുതി കേട്ട് മണിയടി നാദവും ഇശലായി കൂട്ട്. ഇന്ന് എല്ലാം നാം പരസ്പരം വിലക്കാൻ ചൂട്ടേ. ഈ നാട്ടിൽ പിറന്നോർക്ക് ഇവിടമിൽ ജീവിക്കാൻ ഇടമില്ല എന്ന നിയമം ആരെഴുതി അവരുടെ അടിയന്മാരായി മാറൽ ആണോ നീതി? ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും സിഖ് ജൈന ബുദ്ധനും ഒരേ ഞെട്ടിൽ പിരിഞ്ഞു
ഇവിടെയുണ്ട്. എന്നാൽ പരസ്പര ബഹുമാനം എവിടെയുണ്ട്? വിരുന്നുകാരല്ല നമ്മൾ, വിദേശികളല്ല നമ്മൾ, പിറന്നതീ ഭാരതത്തിൽ ഒരേ കൂലത്തിൽ. മാനവ സൗഹാർദ്ദം വിരിയട്ടെ ഇതേ പൂന്തോപ്പിൽ. ഷബ്ന അക്രം, മാപ്പിളകല അക്കാദമിയുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി അക്രം സാഹിബിൻ്റെ സഹധർമ്മിണി. ഒരുപാട് വേദികളിൽ നല്ല ഗാനങ്ങൾ കൈരളിക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട ഗായിക കഴബാലയത്തെക്കുറിച്ചാണ് പാടുന്നത്. സ്നേഹഗീതം പരിപാടിയിൽ കഴബാലയത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഒന്ന്, ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട സ്നേഹത്തിൻ്റെ ഒരുപാട് കഥകൾ. പ്രയാസകരമായ ഭൂമിയിൽ, ഊഷരഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ പ്രയാസമാണ്, പ്രത്യേകിച്ച് വെള്ളമില്ലാത്തടത്ത്. ആ വെള്ളമില്ലാത്തടത്ത് ഒരു കുഞ്ഞിൻ്റെ ഏറ്റവും മൃദുലമായ പാദമിട്ടടിച്ചെടുത്താണ് ഉറവ പൊട്ടിയത് സംഭവം. ശരിക്കും മനുഷ്യന് വലിയൊരു പാടാണ്. ഏത് കഠിന പ്രതലത്തിലും ഒരു തൂവൽ കൊണ്ടെങ്കിലും നമ്മൾ പ്രതികരിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അവിടെ നന്മയുടെ നീരുറവ് പൊട്ടിയൊഴുകും. കലുഷിതമായ ഈ ലോകത്ത് ചെറിയ മർമ്മരമെങ്കിലും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പൗരുഷമായ അന്തരീക്ഷത്തിനെതിരെ പ്രയോഗിക്കാനുള്ള പ്രചോദനം ഇസ്മായിലിൻ്റെ പാദങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്, സന്ദേശം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവാചകർ മുഹമ്മദ് നബി ഏറ്റവും സല്ലല്ലാഹു അലൈഹി വസല്ലം പീഡനം അനുഭവിച്ചത് അതിൻ്റെ സമീപത്താണ്. അവിടെ നിസ്കരിക്കുന്ന പ്രവാചകൻ്റെ ശരീരത്തിലേക്കാണ് കല്ലുകളും മണ്ണുകളൊക്കെ ഒട്ടകത്തിൻ്റെ കുടൽമാലയൊക്കെ കൊണ്ട് ഇട്ടത്. അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന പ്രവാചകനെക്കുറിച്ച് വള്ളത്തോൾ പറഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകൻ്റെ ചളി ശരീരത്തിൽ നിന്ന് പോക്കുമ്പം പുത്രിയുടെ കണ്ണിൽ നിന്നൊഴുകിയ കണ്ണീരിനെക്കുറിച്ച് സങ്കടപ്പെട്ടിട്ടുണ്ട് വള്ളത്തോളൊക്കെ. അവിടെ ഈ പീഡനം അനുഭവിച്ച മനുഷ്യൻ്റെ പ്രതികാര മനസ്ഥിതി എത്രയുണ്ടാവണം. പക്ഷെ അതേ കഅബ തൻ്റെ അധീനതയിലേക്ക് വന്നപ്പോൾ ആ പ്രവാചകൻ്റെ മനസ്ഥിതി എന്തായിരുന്നു? ഒരു അവസരത്തിൽ ആ കഅബയുടെ താക്കോൽ തുറക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു. അത് സൂക്ഷിപ്പുകാരൻ ഉസ്മാൻ ബിൻ ത്വൽഹ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, താക്കോൽ തരില്ല, നീ ഞങ്ങളുടെ മതത്തിന് എതിരായി പ്രവർത്തിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, ഒരു കാലത്ത് ഈ താക്കോൽ എൻ്റെ കയ്യിലാണ് വരിക, അന്ന് ഞാൻ തീരുമാനിക്കും ആരാണ് ഈ താക്കോൽ സൂക്ഷിക്കേണ്ടത്. ഉസ്മാൻ അന്ന് പരിഹസിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു കാലം വന്നാൽ അത് ഖുറൈശികളുടെ അധപ്പതനത്തിൻ്റെ അപമാനത്തിൻ്റെ ദിവസമായിരിക്കും. പ്രവാചകൻ സങ്കടത്തോടെ പറഞ്ഞു, അല്ല, അത് അഭിമാനത്തിൻ്റെയും വിജയത്തിൻ്റെയും ദിവസമായിരിക്കും. പ്രവാചകൻ ആട്ടിയോടിക്കപ്പെട്ട അതേ കഅബയുടെ മുന്നിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. നമ്മളിപ്പോൾ എത്ര ആഗ്രഹിക്കും കഅബയുടെ മുന്നിലെത്താൻ. നിങ്ങളിപ്പോൾ പാടാൻ പോകുന്ന പാട്ട് പോലും അങ്ങനെയാണ്. എന്നാൽ ആ ആഗ്രഹത്തിലുപരി സ്വന്തം മണ്ണിൽ, ജനിച്ച മണ്ണിലേക്ക് തിരിച്ചു വരാനുള്ള പ്രവാചകൻ്റെ ആഗ്രഹം സഫലമായിട്ട് ലക്ഷക്കണക്കിന് അനുയായികളുമായി പ്രവാചകൻ തിരിച്ചു വന്നു. കഅബയുടെ താക്കോല് വാങ്ങാൻ വേണ്ടി ഉസ്മാൻ ബിൻ ത്വൽഹ എവിടെയെന്ന് ചോദിക്കുന്നു. വിറക്കുന്ന ശരീരത്തോടെ അദ്ദേഹം വിറക്കുന്ന കൈകളോട് പ്രവാചകൻ്റെ കയ്യിൽ താക്കോൽ കൊടുത്തു. പ്രവാചകൻ കഅബ തുറന്നു, നിസ്കരിച്ചു, ശുദ്ധീകരിച്ചു, പുറത്തേക്ക് ഇറങ്ങി, വീണ്ടും അത് പൂട്ടി. പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ഉസ്മാൻ എവിടെ? എല്ലാവരും വിചാരിച്ചു ആ താക്കോൽ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കിട്ടുന്ന. പക്ഷെ പ്രവാചകൻ ഉസ്മാൻ ബിൻ ത്വൽഹയുടെ കുടുംബത്തിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇന്നത്തെ ദിവസം ആരോടും പ്രതികാരമില്ല. ഏത് വിദ്വേഷത്തിലും പ്രതികാരമില്ലാത്ത ഒരു മാനസികാവസ്ഥ നൽകാൻ കഅബയുടെ പാശ്ചാത്തലം, ചരിത്രം നമുക്ക് സന്ദേശം നൽകുന്നുണ്ട്. ആ സന്ദേശം തന്നെ ആയിരിക്കണം കറുത്തത്. ഒരു പ്രൗഢിയും അതിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിൽ കഅബയിൽ കാണാൻ കഴിയും. പക്ഷേ അതിൻ്റെ നന്മയിലാണ് അതിൻ്റെ പ്രൗഢി നിലനിൽക്കുന്നത്. മനുഷ്യനും അവൻ്റെ നന്മയിൽ പ്രൗഢി നിലനിർത്താനാവണമെന്ന് കഅബ നമുക്ക് മെസ്സേജ് നൽകുന്നുണ്ട്. ഏതായാലും അള്ളാഹു കഅബ കാണിക്കാൻ, നിരവധി വട്ടം കാണിക്കാൻ നമുക്കൊക്കെ അവസരമുണ്ടാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് പാടാം.
മസ്ജിദുൽ ഹറമിന്റെ പടിവാതിലിൽ ഞാൻ ഒരു ദിവസം പോകും. എന്റെ മലിക് ജബ്ബാറിന്റെ തിരുമുൻപിലൊരിക്കൽ വീണു നമസ്കരിക്കും ഞാൻ, കേണുതുവായിരക്കും. മസ്ജിദുൽ ഹറമിന്റെ പടിവാതിലിൽ ഞാൻ ഒരു ദിവസം പോകും. ഹജറുൽ അസ്വദ് ചുംബിക്കും ഞാൻ, 7 തവാഫുകൾ നിറവേറ്റും. ഹജറുൽ അസ്വദ് ചുംബിക്കും ഞാൻ, 7 തവാഫുകൾ നിറവേറ്റും. കാബത്തിൻ കില്ല പിടിച്ചിടും, കൽബിൽ സങ്കടമോതിടും. കാബത്തിൻ കില്ല പിടിച്ചിടും, കൽബിൽ സങ്കടമോതിടും. കരുണാമയനിൽ തേടിയിടും. മസ്ജിദുൽ ഹറമിന്റെ പടിവാതിലിൽ ഞാൻ ഒരു ദിവസം പോകും. സഫമറുവായിലെത്തിയിടും ഞാൻ, സയ്യകളൊക്കെയും ചെയ്തിടും. സഫമറുവായിലെത്തിയിടും ഞാൻ, സയ്യകളൊക്കെയും ചെയ്തിടും. മുസ്തലിഫയിലും മീനായിൽ ഞാൻ മനം കുളിരായി രാപ്പാർക്കും. മുസ്തലിഫയിലും മീനായിൽ ഞാൻ മനം കുളിരായി രാപ്പാർക്കും. മോഹം ചൊല്ലി കരഞ്ഞിരക്കും. മസ്ജിദുൽ ഹറമിന്റെ പടിവാതിലിൽ ഞാൻ ഒരു ദിവസം പോകും. അറബിയും അജമിയും ഒരുമിക്കും തിരു അറഫാ മണ്ണിൽ ഞാൻ നിൽക്കും. അറബിയും അജമിയും ഒരുമിക്കും തിരു അറഫാ മണ്ണിൽ ഞാൻ നിൽക്കും. ബദറും മഹദും കണ്ടിടും ഞാൻ, റൗള സിയാറത്ത് ചെയ്തിടും. ബദറും മഹദും കണ്ടിടും ഞാൻ, റൗള സിയാറത്ത് ചെയ്തിടും. രാഹത്തോടെ മടങ്ങിയിടും. മസ്ജിദുൽ ഹറമിന്റെ പടിവാതിലിൽ ഞാൻ ഒരു ദിവസം പോകും. എന്റെ മലിക് ജബ്ബാറിന്റെ തിരുമുൻപിലൊരിക്കൽ വീണു നമസ്കരിക്കും ഞാൻ, കേണുതുവായിരക്കും. മസ്ജിദുൽ ഹറമിന്റെ പടിവാതിലിൽ ഞാൻ
ദിവസം പോകും. സാബിർ കവിയൂർ കേരള മാപ്പിളകലാ അക്കാദമിയുടെ പ്രിയപ്പെട്ട സഹയാത്രികരനാണ്. അദ്ദേഹം നിസാർ കതിരൂരിൻ്റെ ഒരുമിക്കൂ സ്നേഹിതരെ എന്ന ഗാനവുമായിട്ടാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. സൗഹൃദത്തിൽ മനുഷ്യൻ ഒന്നിക്കുക എന്നത് അനിവാര്യമാണ്. നന്മയിൽ മനുഷ്യർ ഒന്നിക്കുന്നില്ല എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. വിനാഭാവ എന്ന് പറയുന്ന സന്യാസി വര്യനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, മനുഷ്യരെയൊക്കെ ഒന്നിപ്പിക്കാൻ വേണ്ടി ഞാൻ പള്ളി പണിതു, പക്ഷെ അവിടെ മുസ്ലിങ്ങളെ വന്നുള്ളൂ. അമ്പലം പണിതപ്പോൾ അവിടെ ഹിന്ദുക്കൾ മാത്രം വന്നു. അതുപോലെ തന്നെ ചർച്ച് പണിതപ്പോൾ ക്രിസ്ത്യാനികൾ. അവസാനം വിനോബാവെ തമാശ രൂപേണ പറയുന്നുണ്ട്, ഞാൻ നഗരത്തിൽ ഒരു ടോയ്ലറ്റ് പണിതു, അപ്പോൾ എല്ലാവരും അവിടെ ഒരുമിച്ച് വന്നു. മനുഷ്യർ നന്മയിൽ ഒന്നിക്കുന്നില്ല, തിന്മയിലാണ് ഒന്നിക്കുന്നത് എന്ന് തമാശ രൂപേണ നമ്മെ പഠിപ്പിച്ച ആളാണ് വിനോബാവെ. ഇന്ന് നമുക്കത് കാണാൻ സാധിക്കും. ബീവറേജ് കോർപ്പറേഷൻ്റെ മുന്നിൽ ഭയങ്കര ഐക്യമായിരിക്കും, എല്ലാത്തിടത്ത് തല്ലും പിടിയായിരിക്കും. മനുഷ്യനെ നന്മയിൽ ഒന്നിപ്പിക്കാനുള്ള സ്നേഹസംഗീതങ്ങൾ നമുക്ക് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. മനസ്സിന് എത്ര തന്നെ കൊട്ടിയടക്കാൻ ശ്രമിച്ചാലും സംഗീതം കാതുകൾ തുളച്ച് ഹൃദയത്തിൽ കയറുക തന്നെ ചെയ്യും. സാബിർ സാഹിബിൻ്റെ ഗാനങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടാവട്ടെ എന്നാശംസിക്കുന്നു. ഒരുമിക്കൂ സ്നേഹിതരേ, ഇനി നമ്മൾ ചിന്തിക്കൂ, കൊണ്ടുപോകാൻ നമ്മളയാ സ്നേഹങ്ങളോ മോഹങ്ങളോ. ഒരുമിക്കൂ സ്നേഹിതരേ, ഇനി നമ്മൾ ചിന്തിക്കൂ, കൊണ്ടുപോകാൻ നമ്മളയാ സ്നേഹങ്ങളോ മോഹങ്ങളോ. ഒരുമിക്കൂ സ്നേഹിതരേ, ഇനി നമ്മൾ ചിന്തിക്കൂ, കൊണ്ടുപോകാൻ നമ്മളയാ സ്നേഹങ്ങളോ മോഹങ്ങളോ. മനുഷ്യ നാം മാറിടേണം, മതമെല്ലാം നമ്മിൽ വേണം. മനുഷ്യ നാം മാറിടേണം, മതമെല്ലാം നമ്മിൽ വേണം. മനുഷ്യത്വം നമ്മളൊന്ന് ചേർന്നിടണം. ഓ ഒരുമിക്കൂ സ്നേഹിതരേ, ഇനി നമ്മൾ ചിന്തിക്കൂ, കൊണ്ടുപോകാൻ നമ്മളയാ സ്നേഹങ്ങളോ മോഹങ്ങളോ. വർണ്ണങ്ങൾ വർണ്ണനകൾ നമുക്ക് വേണ്ട, വഴിയോരം വിഷം ചീറ്റാൻ നടന്നിടേണ്ട. ഒരു നല്ല സൗഹാർദ്ദത്തിൽ നമുക്ക് വാഴാം, ഒരു സ്നേഹ കനിവിന്നായി, ഒരു സ്നേഹ കനിവിന്ന കാത്തിരിക്കാം. ഓ ഒരുമിക്കൂ സ്നേഹിതരേ, ഇനി നമ്മൾ ചിന്തിക്കൂ, കൊണ്ടുപോകാൻ നമ്മളയാ സ്നേഹങ്ങളോ മോഹങ്ങളോ. ഇനിയും നാം മതം ചൊല്ലി പിരിഞ്ഞിടേണ്ട, ഇനിയുള്ള തലമുറ അറിഞ്ഞിടേണ്ട. ഇനി എത്ര പുലരികൾ വരും നമുക്കാ, ഇനിയും നാം കനിവിന്ന, ഇനിയും നാം കനിവിന്ന കാത്തിരിക്കാം.
ഓ ഒരുമിക്കൂ സ്നേഹിതരെ, ഇനി നമ്മൾ ചിന്തിക്കൂ, കൊണ്ടുപോകാൻ നമ്മളെയാ സ്നേഹങ്ങളോ മോഹങ്ങളോ. ഒരുമിക്കൂ സ്നേഹിതരെ, ഇനി നമ്മൾ ചിന്തിക്കൂ, കൊണ്ടുപോകാൻ നമ്മളെയാ സ്നേഹങ്ങളോ മോഹങ്ങളോ. ലിയ യാസ്മീൻ കരുവാരക്കുണ്ട് ഗാനോത്സവം സംഗീത സ്കൂളിൽ നിന്നാണ് വരുന്നത്. സ്നേഹഗീതത്തിലെ ഈ കൊച്ചുഗായിക ഇന്ന് ആലപിക്കുന്നത് പ്രവാചകനെക്കുറിച്ചുള്ള ഒരു പ്രകീർത്തനമാണ്. സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ, സൗഹൃദത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രവാചകനെക്കുറിച്ച് പറയാതെ പാടാതെ ഒരാൾക്കും കടന്നു പോകാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, പ്രവാചകനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാനും കഴിയില്ല. ഈ നൂറ്റാണ്ടിൻ്റെ യുഗപുരുഷൻ എന്ന് വാഴ്ത്തപ്പെട്ട ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹം പ്രവാചകനെക്കുറിച്ച് പറഞ്ഞിട്ട് തൻ്റെ വരികൾ അവസാനിപ്പിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ഒരു ഘട്ടമുണ്ട്. നരജന്മമെടുത്ത് ഭൂമിയിൽ നടന്നീടിന കാമധേനുവോ, പരമത്ഭുതദാന ദേവദാരുവോ, മനുജാകൃതി പൂണ്ട കർമ്മമോ, നര ദിവ്യാവൃതി പൂണ്ട ദൈവമോ, കരുണാവാൻ നബി മുത്തുരത്നമോ എന്നൊക്കെ ചോദിച്ച അദ്ദേഹത്തിൻ്റെ കവിത. അതായത് കാമധേനുവാണോ, ദേവദാരുവാണോ, മനുഷ്യപുത്രനാണോ, ദൈവം തന്നെയാണോ എന്നൊക്കെ ചോദിച്ച് അവസാനം ഒന്നും അവസാനിപ്പിക്കാൻ കഴിയാതെ ഗുരുദേവൻ തന്നെ പറയുന്നത് പ്രവാചകൻ മുത്തുരത്നമോ എന്ന് ചോദിച്ചിട്ടാണ് തൻ്റെ ചോദ്യം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ പ്രവാചകൻ്റെ അനുയായികൾക്ക് മാത്രമല്ല, പ്രവാചകനെ ഏത് ദർശനത്തിൽ ജീവിക്കുന്ന ആളുകൾക്കും പ്രവാചകനെക്കുറിച്ച് പറഞ്ഞ് തൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ലോകപ്രശസ്തരായ ഒരുപാട് ആളുകളുടെ വരികൾ നമുക്കതിന് ഉദാഹരണമാണ്. ഇവിടെയും കേരളത്തിലെ അതുപോലെ മലയാളം അറിയുന്ന ഏതൊരാളുടെയും മനസ്സിൽ പണ്ട് മുതൽക്കേ കേട്ടുപതിഞ്ഞ മക്കയുടെ മണിദീപത്തെക്കുറിച്ച്, അതുപോലെ തന്നെ മദീനയുടെ നിലാവിനെക്കുറിച്ച്. ദീപത്തിൻ്റെ വെളിച്ചവും കെട്ടുപോകാറില്ല, നിലാവിൻ്റെ വെളിച്ചവും അസ്തമിക്കാറില്ല, അത് വീണ്ടും ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടും തെളിഞ്ഞുകൊണ്ടും നിൽക്കും. ഈ പാട്ടും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മനസ്സിൽ ആ തെളിച്ചവും ആ ഉദിക്കലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായും ലിയ ആ പാട്ട് നമുക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. മുഹമ്മദ് റസൂലേ ഉദയസ്തമാന ഉപകാരദീന ഉദങ്കും പ്രഭാവേ ഉടയോൻ ഹബീബേ മണിദീപമേ മക്കേ മദീന നിലാവേ മക്ബൂൽ യാസീൻ മുഹമ്മദ് റസൂലേ ഉദയസ്തമാന ഉപകാരദീന ഉദങ്കും പ്രഭാവേ ഉടയോൻ ഹബീബേ. മദീന നിലാവേ മക്ബൂൽ
മുഹമ്മദ് റസൂലേ. സ്നേഹഗീതം ഇവിടെ അവസാനിക്കുന്നില്ല. നാളെ വീണ്ടും പുതിയ ഇശലുകളുമായി നിങ്ങളുടെ മുന്നിൽ. മാഴ്സലാം.